അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുറിച്ച 2 പ്ലാവ് ഒന്ന് ലോഡ് കയറ്റുക. ഒന്നാമത്തെ പ്ലാവ് ഇതാ, രണ്ടാമത്തേത് അങ്ങനെ അത് വെട്ടിയിട്ടു. അപ്പോൾ നമ്മളിന്ന് ലോറിക്ക് കയറ്റുക. അപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ സുമേഷിൻ്റെ ആഞ്ജനേയ ക്രെയിനാണ്. കോന്നിക്കാർക്കൊക്കെ ഇച്ചിരി പരിചിതമാണ് ഈ ക്രെയിന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഈ ചക്ക ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ പ്ലാവ് മുറിക്കരുത്, ഒരു കാതിലും കാണത്തില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ കാരണം ഇന്ന് സംഭവിച്ചേക്കും. പിന്നെ നെയ്മറൊക്കെ ഉണ്ട് ഞങ്ങളോട് പണി. കണ്ടോ, മറ്റേ ആ ചൊറിയാത്ത സാധനം ഉണ്ണി അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ചൊറിയാതെ മാന്തി വെട്ടി മാറ്റി തടിയുടെ മുതലാളി ആശാരിയൊക്കെ അളവ് വെക്കുക. 7 അടി തടി ചെങ്ങന്നൂർ കൊണ്ടുപോകാൻ. അവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്കിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ആശാരി ചേട്ടൻ. ഉണ്ണി അങ്ങോട്ട് പോവുക, ഡയലോഗ് അടിക്കുക. അന്നേരമാണ് വിഷ്ണു പറയുന്നത് പോയി പണി ചെയ്യടാ. പിന്നെ ഉണ്ണി പോയെടുത്ത് പുല്ല് പോലും ഇല്ല. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി നമ്മളിത് മുറി ഇടുക എന്നുള്ളതാണ്. 7 അടി 5 അടി 4 അടിക്കൊക്കെ മുറിച്ചാൽ കയറ്റുന്നത്. 10-90 ഇഞ്ച് വണ്ണമുള്ള പ്ലാവ്. അത് മുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കളറ് നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൽ കണ്ടോ, കാതിൽ കണ്ടു, അതിൻ്റെ അകത്ത് പ്രതീക്ഷേൻ്റെ പകുതി പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണ് തേങ്ങയുടെ ഉണ്ണിയുടെയും ലവൻ്റെയും പിള്ളകളി ഉണ്ട്, പൊടിയും വാരിക്കൊണ്ട് നടക്കുക. അതാണ്ട് സ്വാഹ അവൻ്റെ ഉടുപ്പിൻ്റെ അത് മൊത്തം ഇട്ടു. എന്നിട്ട് അവൻ ജീവനെ കൊണ്ട് ഓടി. കാരണം ഇവൻ്റെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചാൽ ലെവനിലെ നാസേന്ന് വിട്ട റോക്കറ്റ് പോലെ ഒരു പോക്കങ്ങ് പോവും. അതവനറിയാം. അതുകൊണ്ടാണ് അവനത് ഓടി രക്ഷപ്പെട്ടത്. ഓക്കെ, ചെറുക്കൻ്റെ. പിന്നെ നമ്മൾ തടി കയറ്റാൻ വന്ന് തീർത്ത ലോറിയല്ല, നമ്മുടെ കോന്നിയിൽ തന്നെയുള്ള നമ്മുടെ സുഹൃത്തായ മധുവണ്ണ അത് ഓടിക്കുന്നത്. മധുവണ്ണ വണ്ടിയും കണ്ടൊക്കെ വന്ന സമയത്ത് തന്നെ ഇനി അത് ലോറിയിൽ കയറണം. ഓരോന്നായിട്ട് ബെൽറ്റൊക്കെ ഇട്ട് പൊക്കി കയറ്റുകയാണ്. ഉണ്ടോ, കാതലേ ഇല്ല ആ തടിക്ക്. 5 ഇഞ്ച് പുറത്ത് വെള്ള. അങ്ങനെ ഓരോ പീസായിട്ട് പറക്കി കയറ്റി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തൂങ്ങി നോക്കി, തടിക്കാന്നോ വെയിറ്റ് എനിക്കാന്നോ. പിന്നെ കൊളുത്ത് പറഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ച് ഞാനങ്ങ് മാറി. അപ്പോഴാണ് അടുത്തോൻ്റെ തോക്കേട്. വേണ്ട, ഇപ്പം നേരത്തെ മുറിച്ച പ്ലാവിൻ്റെ വേറെ ഒരാടെ നിന്ന് വാങ്ങിച്ച പ്ലാവിൻ്റെ കഷ്ണങ്ങളും അവിടെ കിടപ്പുണ്ട്. അത് താഴെ കിടപ്പുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ പറക്കി കയറ്റി വേണം വിടാൻ. അങ്ങനെ ആ പീസ് എടുക്കാൻ വേണ്ടി താഴോട്ട് പോവുക. കണ്ടോ, നേരത്തെ മുറിച്ചിട്ടിരുന്നു. നമ്മൾ മുറിച്ച പ്ലാവിനെക്കാട്ടി കാതിലുണ്ട് ആ സാധനത്തിന്. ഞാനും അപ്പോൾ പിന്നെ നടക്കണ്ടെന്ന് വിചാരിച്ച് ഞാനും കയറി അതിലിരുന്നു. ഇല്ല, ആരെങ്കിലും എന്തെങ്കിലും മോശം തോന്നിയല്ലോ. ഉണ്ണി താങ്ങി പിടിച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ധാരണ അവനത് താങ്ങി പിടിച്ചേക്കുന്നതുകൊണ്ടാണ് അത് പോവാതിരിക്കുന്നതാണ്. അങ്ങനെ അത് കണ്ടപ്പോൾ അടുത്തവന് സോക്കേട് അവിടെയും കയറിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുത്തനും ക്രെയിനൊക്കെ ലോറിപ്പുറത്ത് കയറണം, നടക്കാൻ വയ്യ. പിന്നെ അത് ക്രെയിനിൻ്റെ ബെൽറ്റ് ഇട്ട് സേഫായിട്ട് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇതിലൊക്കെ എന്തോ പറയുന്നത്, ഊഞ്ഞാലാടുക. ഓണം വരുന്നതേ ഉള്ളൂ. ഊഞ്ഞാലാടി 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ തറയിൽ എണ്ണീച്ചത് ഊഞ്ഞാലാടിയിട്ട്. നമ്മുടെ ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കയറിട്ട് മുറുക്കുക. ചെങ്ങന്നൂർ വരെ പോകണ്ടേ, അതിന് കയറിട്ട് ഉണ്ടോ. ഞങ്ങളാരും വേണ്ട, അവൻ ഒറ്റയ്ക്ക് മതി. അങ്ങനെ ഇരുന്നപ്പോൾ അടുത്ത ആളും വന്ന് എനിക്ക് ഊഞ്ഞാലാടണം. കയറിക്കോ. കയറി ഉണ്ണി ആട്ടി വിട്ടു. അങ്ങനെ മേളിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ചെറുതായിട്ടൊക്കെ ആടി തറയെ തിരിച്ചു വന്നു. സാറും മറ്റേ സാറിനെക്കാട്ടി ധൈര്യമായിരുന്നു. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ചാടി ഇറങ്ങി അവിടെ തന്നെ കിടന്നു. ലോറിയും ക്രെയിനും പോയിട്ട് അങ്ങനെ ലോഡ് കയറ്റി കഴിഞ്ഞ്. അപ്പോൾ വേറെ കുറച്ച് തേക്കൂടുണ്ടായിരുന്നു. അതും കൂടെ ഇത് കയറ്റി വിടാനുള്ള പ്ലാനിലാണ് വലിയ വണ്ടി വിളിച്ചത്. പക്ഷേ ആ തേക്കിന് പാസ് കിട്ടാൻ ഇച്ചിരി താമസിച്ചു. അതുകൊണ്ട് ഈ പ്ലാവ് മാത്രം കയറ്റിക്കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. പ്രതീക്ഷിച്ച കാതലുമില്ല പ്ലാവിൽ. അങ്ങനെ നമ്മുടെ കോന്നിയിൽ നിന്ന് വണ്ടി ചെങ്ങന്നൂർക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. അപ്പോൾ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്യണേ.